നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന മരുന്ന് കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഈ മരുന്ന് കഞ്ഞി കഴിക്കാറുണ്ട്. മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതിന് നമുക്ക് 2-3 സാധനങ്ങളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ആദ്യമേ തന്നെ ഒരു മെഷറിംഗ് കപ്പിൽ ഞാൻ 2 കപ്പ് ഞവരേരി എടുക്കുന്നുണ്ട്. ഞവരേരി നമ്മുടെ അങ്ങാടി പച്ചമരുന്ന് കടയിൽ കിട്ടുന്നതാണ്. ചെറുപയർ അതേ മെഷറിംഗ് കപ്പിന് തന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഉലുവ അതേ മെഷറിംഗ് കപ്പിന് പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ആശാളിയാണ്. ഇതൊരു സീഡാണ്, ആശാളി എന്ന് പറയും. ആശാളി ഒരു 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി നമുക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 6 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കുക. വെള്ളം ആ അരിയുടെയൊക്കെ മേളിലായിട്ട് നിൽക്കണം. രാവിലെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പച്ചമരുന്ന് കടയിൽ കിട്ടും കുറുന്തോട്ടി ചതച്ചതാണ്. ഇനി കുറുന്തോട്ടി ചതച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ദശമൂലം ചതച്ചത് അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ദശമൂലം ചതച്ചതും കുറുന്തോട്ടി ചതച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓണാക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിച്ച്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ടൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചു. അപ്പം ഔഷധത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഈ വെള്ളം ഒന്ന് അരിച്ച് ഒഴിക്കണം. നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഒന്ന് അരിച്ച് ഒഴിക്കാം. തലേ ദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെച്ചാൽ ഞവരേരി, ആശാളി, ചെറുപയർ, ഉലുവ, ഇത്രയും സാധനം ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്താണ്. ഇനി ഇത് ഈ മരുന്ന് വെള്ളത്തിൻ്റെ അതേ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. ഇത് വെന്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വെള്ളം നമ്മളിത് ഇതിൻ്റെ മേളിൽ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു 3-4 വിസിൽ കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് വേവും. അപ്പം ഇത് അടി പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 3-4 വിസിലിന് അടിച്ചെടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച നല്ല ജീരകത്തിന്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ, അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോണ ഇന്ദുപ്പാണ്. ഇതും നമ്മുടെ പച്ചമരുന്ന് കടയിൽ കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പിന്നെ ഒരു ആയുർവേദിക് കഞ്ഞിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ദുപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കഞ്ഞിയുടെ വെള്ളം ഒരു ഇച്ചിരി ഒന്ന് പറ്റിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചപ്പോൾ നമ്മുടെ കഞ്ഞി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഗ്യാസിന്റെ ഫ്ലെയിം തീരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക.
ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാൽ ഒഴിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് ഒരു 10 ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി വറുത്തിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കഞ്ഞിക്കകത്തേക്ക്. അപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കൊരു 30 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ മരുന്ന് കഞ്ഞിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സാധാ കഞ്ഞി കൂട്ടുള്ളൊരു ടേസ്റ്റ് അല്ല, ഒരു മരുന്നിൻ്റെയൊക്കെ ഒരു ചുവ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്ക് അത് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഉള്ളി നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞി കുടിക്കാനും ഒരു പ്രത്യേക സ്വാദാണ്. കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടകത്തിൽ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രുചികളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇനിയും വ്യത്യസ്തമായ രുചികളിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.